ചെകുത്താനും കടലും എന്ന ഈ റൗണ്ടിൽ നിങ്ങൾക്കറിയാം ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യണം, രണ്ട് കാര്യങ്ങളിലും ഒരുപോലെ ശ്രദ്ധിക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഈ ആവാഹിച്ചു വെച്ചിരിക്കുന്ന കുട്ടി ഭൂതങ്ങളെല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ചെറിയ സംഭവങ്ങളല്ല. പണ്ട് മഹാബലിയുടെ ഓണത്തിന്റെ കഥ തന്നെ മഹാബലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തി എന്നുള്ളതാണ്. ചവിട്ടിത്താഴ്ത്തിയപ്പോൾ ചോദിച്ചു 10 ദിവസം വന്നോട്ടെ എന്ന്. ഇതൊക്കെ ഒരു പക്ഷേ അത്തരത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പുകളുടെ തിരിച്ചുവരവുകളുടെ പ്രതീകാത്മകമായ രൂപങ്ങളാണ് ഈ നിൽക്കുന്ന ഓരോ രാക്ഷസന്മാരും. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഈ രാക്ഷസനെ ആരെങ്കിലും ഇങ്ങനെ ചവിട്ടി താത്തി എന്ന് നിങ്ങൾ വിചാരിക്കുക. ചവിട്ടി താത്തിയോ പോകുമ്പോൾ അവൻ തെറിച്ചു വരും. ദാ ചവിട്ടി താത്തി കൈയെടുത്ത് പോകാൻ പോയി, ചവിട്ടി താത്തി കൈയെടുത്ത് പോകാൻ പോയി, ഇതിപ്പോ ഇങ്ങനെ വെച്ചു, ചവിട്ടി താത്തി ദാ കണ്ട. ഈ തിരിച്ചുവരവുകളുടെ ഒരു പ്രതീകാത്മകമായ മത്സരമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആദ്യം ഇന്നത്തെ സ്ത്രീ ശക്തി, 2 സ്ത്രീ ശക്തികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒന്ന് പ്രിയങ്ക, മറ്റൊന്ന് സുബി. ഇതിൽ ആരെ ആദ്യം വിളിക്കണം? വ്യത്യസ്തയായ സുബി തന്നെ ആയിക്കോട്ടെ. സുബി വരും. ഇതിലും പറയാൻ പറ്റില്ല. ഇതപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മളിങ്ങനെ ബാക്കിൽ ഇത് കെട്ടിത്തരും, എന്നിട്ട് തേയില നുള്ളാൻ പോകുന്ന പെണ്ണുങ്ങളുടെ കൂട്ടം പോകണം. നല്ല രസം ഉണ്ടാവും. നമ്മൾ കുറച്ചെങ്കിലും ഒക്കെ തേയില നുള്ളുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ലാത്ത പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ചിൽഡ്രൻസ് പാർക്കിൽ വേസ്റ്റ് ഇടാൻ വേണ്ടി ഒരു കുരങ്ങൻ നിപ്പില്ലേ. സുബിയുടെ പുറത്ത് ഇപ്പൊ ഒരു കൊട്ട റെഡിയായി കഴിഞ്ഞു. സുബി ചെയ്യേണ്ടത് ഈ സാധനത്തിനെ കയ്യിലെടുത്ത് പിടിക്കുക, ഞെക്കുക, ഇത് വിട്ടിട്ട് പിടിക്കുക, അടുത്തെടുക്കുക, ഞെക്കുക, പിടിക്കുക. അതാണ് നമ്മുടെ മത്സരം. സുബി റെഡിയാണോ? സുബി റെഡിയാണ്. വന്ന് വിട്ടുപോയി. ഇനി സുബി ഇത് ചെയ്തേ പറ്റുള്ളൂ. സുബി ഒപ്പം കഥയും കൂടെ കേൾക്കണം. എത്ര ചെകുത്താന്മാരെ 1 മിനിറ്റിനകത്ത് അതിനകത്ത് ഇടുന്നോ അതാണ് വിജയം. താഴെ പോയാലും രക്ഷയില്ല, പെറുക്കിയെടുക്കാം, വീണ്ടും വീണ്ടും ആവർത്തിക്കാം. നമുക്ക് ചെകുത്താൻ ഈ ബാഗിനകത്ത് വീഴുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. സുബി, യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. എന്റെ ബാല്യം പൂമ്പാറ്റകളോടൊപ്പമായിരുന്നു. 2 ആഴ്ചയിലൊരിക്കൽ വരുന്ന പൂമ്പാറ്റയ്ക്ക് അന്ന് 80 പൈസയായിരുന്നു വില. നടുപേജിലെ കബീഷിന്റെയും സിഗാളിന്റെയും ഒക്കെ മുഖംമൂടികൾക്ക് ഞങ്ങൾക്ക് വലിയ സമ്മാനങ്ങളായിരുന്നു. ഗുണന ചിഹ്നമിട്ട മുഖംമൂടികളുടെ കാതു തുളച്ച് ഞങ്ങൾ മോട്ടുവായും പീലുവായും ഒക്കെ അവതരിപ്പിച്ചു. കബീഷിനെ കിട്ടുന്നവന്റെ ഗമ പറയുകയും വേണ്ട. അടിയളി അടി. എന്റെ ബാല്യം ആരോടൊപ്പമായിരുന്നു? ധർമ്മജന്റോടൊപ്പം. അന്ന് പൂമ്പാറ്റയുടെ വില എന്തായിരുന്നു? 80 പൈസ. എന്തായിരുന്നു വലിയ സമ്മാനങ്ങൾ? എന്റെ ബാല്യം ആരോടൊപ്പമായിരുന്നു? പൂമ്പാറ്റകളോടൊപ്പമായിരുന്നു. അന്ന് പൂമ്പാറ്റയുടെ വില 80 പൈസ. ശരി ഉത്തരവാണ്. എന്തായിരുന്നു വലിയ സമ്മാനങ്ങൾ? മുഖംമൂടികൾ. അപ്പോൾ സുബി ചോദ്യോത്തര പങ്ക്തിയിൽ 10 മാർക്ക് നേടി. ആക്ടിവിറ്റിയിൽ സുബിയുടെ കൊട്ടയിൽ എത്ര ഭൂതം? വീണ്ടും 10 ഉറച്ചു നിൽക്കുകയാണ് സുബി. 10 മുകളിൽ മാർക്ക് എനിക്ക് വേണ്ട. 1. സുബിയുടെ കൊട്ടയിൽ നിന്നെടുത്ത ഭൂതങ്ങളുടെ എണ്ണം 1 2 3 4 5. 5 ഭൂതങ്ങൾക്ക് മേളിൽ നിങ്ങളിൽ ആരെങ്കിലും ഇടുമോ, അതോ ചോദ്യങ്ങളിൽ ആരെങ്കിലും കൂടുതൽ പറയുമോ എന്നൊക്കെ കണ്ടുപിടിക്കണം. സുബിയുടെ ഇപ്പോഴത്തെ മാർക്ക് 10, ഭൂതം 5. ഓർത്ത് വയ്ക്കുക. സുബി അവിടെ പോയി നിന്നോളൂ. സഖാവ് പ്രിയങ്കയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമുക്കൊരു ആന്തരിക വിളിക്കാം. പ്രിയങ്കയ്ക്ക് ഒരുപാട് കഴിവുകളുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്തിനാ പിഷാരടി ആവശ്യമില്ലാത്തവരോട് പറഞ്ഞു കൊടുക്കണം. നോക്കട്ടെ, ഈ മത്സരം കഴിയട്ടെ, എന്നിട്ട് ഞാൻ അതിലേക്ക് വരാം. ആൻഡ് യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. എടുത്തോളൂ. അമ്പലപ്പുഴ പാൽപായസത്തിന്റെയും കൊട്ടാരക്കര ഗണപതിയുടെ ഉണ്ണിയപ്പത്തിന്റെയും സ്വാദ്, തിരുപ്പതി ലഡുവും ശബരിമല അരവണയും നാവിൽ തീർത്ത ഓളം തുള്ളൽ, ഗുരുവായൂരപ്പന്റെ പായസ നിവേദ്യം,
പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ ഉണക്കമീൻ ചുട്ടതും വൻപയർ പുഴുകും നാവിൽ രുചികൾ കുടമാറ്റം നടത്തുന്ന ഒരു പ്രദർശനം. കേട്ടില്ല, ഞാൻ ഒന്നും കേട്ടതില്ല. അടിയാളി അടി. ഏത് ലഡുവിനെ കുറിച്ചാണ് കഥയിൽ പറഞ്ഞത്? ലഡുവോ? തിരുപ്പതി. തിരുപ്പതി ലഡു. എന്ത് ചുട്ടതിനെ കുറിച്ചാണ് പറഞ്ഞത്? അപ്പം. അപ്പം. തെറ്റിപ്പോയി. നവോട്ടെ. കൊട്ടാരക്കര ഏത് ദേവനെ കുറിച്ചാണ് പറഞ്ഞത്? ഗണപതി. ഗണപതി. ഏത് ലഡുവിനെ കുറിച്ചാണ് കഥയിൽ പറഞ്ഞത്? തിരുപ്പതി ലഡു. 10 മാർക്ക്. എന്ത് ചുട്ടതിനെ കുറിച്ചാണ് ചോദിച്ചത്? ഉണക്കമീൻ. പറഞ്ഞില്ല. അപ്പം എന്ന് പറഞ്ഞു. പിള്ളേർ പറയാനായിട്ട് തെറ്റുത്തരം വിളിച്ചു പറഞ്ഞു. കൊട്ടാരക്കര ഏത് ദേവനെ കുറിച്ചാണ് പറഞ്ഞത്? ഗണപതി. 10 മാർക്ക്. ശരി ഉത്തരമാണ്. 20 മാർക്ക് കിട്ടി. ഇല്ല, അതായത് ഇപ്പോഴത്തെ സ്കോർ നിലവാര പ്രകാരം സുബി 5 പാവേനെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു പാവേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ കൂട്ടുള്ളൂ. ഗെയിമിന് 21 ചോദ്യത്തിന് 10 മാർക്ക്. അപ്പോൾ ഇപ്പോൾ 20 മാർക്ക് ഉറപ്പ്. സുബിക്ക് 10 മാർക്ക് ഉറപ്പ്. പ്രിയങ്കയ്ക്ക് വളരെ വലിയൊരു കഴിവുണ്ട്. അത് നന്ദിനിക്ക് അറിയില്ല. ഉണ്ട്. നന്ദിനി ഏത് അക്ഷരം പറഞ്ഞാലും അത് വെച്ച് പ്രിയങ്ക പാട്ട് പാടും. അതൊക്കെ കൊറേ പഴയതാ, എല്ലാരും കേട്ടത്. അല്ലെങ്കിൽ പുതിയ ആൾക്കാർ, പുതിയ കുട്ടികൾക്ക് കേൾക്കേണ്ട ഇതെല്ലാം അല്ലേ? ഒരു അക്ഷരം പറഞ്ഞു നോക്കിയാൽ പ്രിയങ്ക പാടിയില്ലെങ്കിൽ ഈ പ്രൈസ് ഞാൻ പ്രിയങ്ക. അതുപോലെ അത്രയും എനിക്ക് ഉറപ്പാണ് പാടുന്നുള്ളത്. ഇതൊന്നും വേണ്ട. ഞാനൊരു കാര്യം, ഓണക്കാലാണ്, പൂക്കളമാണ്. ഞാൻ പൂക്കളുടെ പേര് പറയാം, അത് വെച്ച് പാടണം. ഓക്കെ? തെച്ചി. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ ചെത്തി. ചെത്തി മന്ദാരം തുളസി മുല്ല. മുല്ല പൂങ്കള്ളിലോ റോസാപ്പൂ. റോസാപ്പൂ ചിന്ന റോസാ. താമരപ്പൂ. താമരപ്പൂവിൽ ആമ്പൽപ്പൂ. ആമ്പൽ പൂവേ. പ്രകടനം. ഇത് എല്ലാം നല്ലൊരു കൈയോടുകൂടി കഴിവിനെ നമ്മള് എല്ലാ പൂക്കളുടെ പേരിലും പാടിയ എല്ലാം ഉണ്ട്. ഇവിടെ സ്വന്തമായിട്ടൊരു പാട്ട് തന്നെ ഉള്ള ഒരാളാണ് ഞാൻ. എന്റെ പേരിൽ പാട്ടുണ്ട്. ഇവിടെ ആർക്കെങ്കിലും അതുണ്ടായിട്ടില്ല. അതേതാ? സുബി സുബി സുബി. എന്റെ പേരിലുണ്ടല്ലോ. ഏതാ? ബൈജു എന്നും പറഞ്ഞു. പാട്ടുണ്ട്. പ്രിയങ്കരി അല്ല, അത് സുമംഗരിയാണ്. പക്ഷെ ബിനു വെച്ച് പാട്ടുണ്ടോ ആരെങ്കിലും കണ്ടുപിടിക്കാമോ? ബിനു മുരളി. ശരി, നമ്മുടെ ഭൂതങ്ങളെ നമുക്ക് ഇവിടെ നിരത്തി വെക്കാം. പാട്ടിന് മാർക്കില്ല. 20 മാർക്ക് ചോദ്യത്തിന് ഒറ്റ ഭൂതം, 10 മാർക്ക് ചോദ്യത്തിന് 5 ഭൂതം. ഇനി നമ്മുടെ ബിനു അടിമാലിയെ ഞാൻ ഈ കനത്ത മത്സരത്തിൽ നല്ല ഒരു ഹർഷാരവത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബിനു ഇത് കെട്ടിയിട്ടേ ഈ കൊതുകിന് മരുന്ന് കളിക്കുന്ന ആൾക്കാരല്ലേ? മുതലാളി ബൈചേട്ടൻ കേട്ടുമ്പോ കാണണം പട്ടിപിടുത്തക്കാരന്റെ കൂട്ടിരിക്കും. Okay, Monali, and your countdown starts now. പുഴവെള്ളത്തെ തൊട്ടുരുമി പറക്കുന്ന ആറ്റുകിളികൾ, കൂവരം കിളിക്കൂടുകൾ, പള്ളിയറക്കാവ്, അമ്പലത്തിലെ ഉത്സവം, കളമെഴുത്ത് പാട്ടുകൾ, ഉത്സവത്തിന് പുഴ കടന്ന് ആന വരുന്നതും ആനവാൽ കിട്ടാൻ കൊതിച്ച് കാത്തിരുന്നതും, വീടിന്റെ മുറ്റത്ത് രാവ് വെളുക്കുവോളം അരങ്ങേറിയ കഥകളിയും, രാത്രികളിൽ വെള്ളം നിറഞ്ഞു കിടന്ന പാടവരമ്പുകൾ കടന്നു വരുന്ന ചക്രപ്പാട്ടിന്റെ ഈണങ്ങൾ. അടി അടിച്ചോളിയാ. ഈ പാവ ഭയങ്കര തെറിയാട്ടോ. ഉത്സവത്തിന് പുഴ കടന്നു വരുന്നത് ആരാണ്? അത് നല്ല ഏർപ്പാടായി പോയി. അതൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷ ഞാൻ വിട്ടുപോയി എല്ലാം. ആന വരുമ്പോൾ എന്താണ് കൊതിച്ചത്?
ആനപ്പിണ്ടാണോ? വീടിന്റെ മുറ്റത്ത് രാവിലെ വെളുക്കോളം അരങ്ങേറിയത് എന്തായിരുന്നു? കഥകളി. 10 മാർക്ക്. മേരാ ദോസ്ത്. നിങ്ങളെ ഞാൻ ബോംബെയിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടുത്തെ അധോരതങ്ങൾ നിങ്ങൾ രാജാവാക്കാം. നോക്കി ദാദാ 10 മാർക്ക് മേടിച്ച് നിൽക്കുക. ധാരാളിക്ക് ധാരാളി. ഓക്കെ, ഉത്സവത്തിന് പുഴ കടന്നു വരുന്നത് ആരാണ്? ആന. ആന വരുമ്പോൾ എന്താണ് കൊതിച്ചത്? ആനവാൽ. വീട്ടുമുറ്റത്ത് രാവിലെ വെളുക്കോളം അരങ്ങേറിയത് കഥകളിയായിരുന്നു. ആനപ്പിണ്ടം അല്ലേ? കൊട്ടയ്ക്കകത്തു നിന്നും ബിനു അടിമാലിയുടെ കൊട്ടയിൽ നിന്നും കിട്ടിയത് 2 ഭൂത കുഞ്ഞുങ്ങളെയാണ്. ബൈജു ബൈജു ജോസ്, യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. കരികളുടെ കരയാണ് കുട്ടനാട്. രാമങ്കരി, തായങ്കരി, ചേന്നങ്കരി, മാമ്പഴക്കരി, കുമരങ്കരി, മിത്രക്കരി. പണ്ട് മരങ്ങൾ കരിച്ചിട്ടാണ് പാടത്ത് കൃഷി ഇറക്കിയത്. പിന്നീട് കൃഷി ചെയ്യാനെത്തിയവർക്ക് പാടത്ത് നിന്നും പഴയ കരിയുടെ ബാക്കി കിട്ടി. കരി കിട്ടിയ കരയെല്ലാം പല കരികളായി. ചരിത്രത്തിന്റെ ഓരോ കുസൃതികളെ. എങ്കിലോ കാണാൻ കുട്ടനാട് കറുത്തിട്ടുമല്ല, നല്ല പച്ചപ്പനത്തെ പോലെയാണ് എങ്ങും. എന്തിന്റെ കരയാണ് കുട്ടനാട്? കരകളുടെ കരയാണ് കുട്ടനാട്. ആ ശരി. ആരുടെ കുസൃതിയെ പറ്റിയാണ് പറഞ്ഞത്? എന്ത് തത്തയെ പോലെയാണെന്നാണ് പറഞ്ഞത്? കയ്യടി കിട്ടിയപ്പോ മറന്നുമല്ല. പച്ച പോലെ. എന്തിന്റെ കരയാണ് കുട്ടനാട്? കരികളുടെ കരയാണ് കുട്ടനാട്. ഒരു വള്ളി മാറിപ്പോയി. ആരുടെ കുസൃതിയെ പറ്റിയാണ് പറഞ്ഞത്? ചരിത്രത്തിന്റെ. എന്ത് തത്തയെ പോലെയാണെന്നാണ് പറഞ്ഞത്? പച്ചപ്പനം തത്ത. അതായത് 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോൾ 30 മാർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഈ കൊട്ടയിലെ ഭൂതം 6 എണ്ണം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ബൈജു സുബിയെ കടത്തിവെട്ടും ആക്ടിവിറ്റിയിൽ 21 മാർക്കും നേടും. 1 2 3 4 5. സുബിയായിട്ട് ടൈ ആയി. 6 7 8 9